പറഞ്ഞു സിന്ധു കൃഷ്ണയായാലും. ഞാൻ പറഞ്ഞു ഞങ്ങളുടെ പോലെ അവരും ജീവിക്കണം. പിന്നെ കൃഷ്ണകുമാർ എന്നൊരാളുടെ പേരിൽ ഇവർ അമ്മയും മക്കളൊക്കെ പ്രശസ്തി പെടുന്നു. ഉപ്പും മുളകും ലൈറ്റ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ വന്നിട്ടുണ്ട്. അതായത് OBYOCയിൽ നിന്ന് ഇവർ കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അത് മേടിച്ച സമയത്ത് അവർക്കുണ്ടായ അനുഭവങ്ങൾ അവർ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായിരുന്നു ഈ ഒരു വിഷയത്തിന്റെയൊക്കെ തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ ഒരു സമയത്ത് ഈ പറയുന്ന വ്യക്തി ഇവർക്കെതിരെ കുറെ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഈ പുള്ളിക്കാരത്തിൽ തന്നെ എഴുതിയതല്ല, വേറെ ആൾക്കാർ ഇവരെ പറ്റിയിട്ട് ഫേക്ക് ഫാമിലി എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ ഇവരെടുത്ത് വെച്ചിട്ട് റീമെൻഷൻ ചെയ്തിട്ട് എടുത്തിടുന്ന കുറച്ച് സാധനം ഉണ്ടായിരുന്നു. അപ്പൊ അതിനെ പറ്റിയിട്ട് ഇവർ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അത് സംസാരിക്കുന്നതിന് മുന്നേ എനിക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഈ പറയുന്ന OBYOC എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ ഞാൻ ഒരു സംഭവം കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അതിവിടെ സ്ക്രീൻഷോട്ട് വയ്ക്കാം. അതായത് ഇവർ ഈ ഒരു പ്രശ്നങ്ങളുടെ ആ ഒരു സമയത്ത് ഇവർ എഴുതി വെച്ചിരുന്നത് 1 മില്യൺ ഹാപ്പി കസ്റ്റമേഴ്സ് എന്നായിരുന്നു. ഇപ്പൊ അവരത് എഡിറ്റ് ചെയ്തിട്ട് 2 ലാക്ക് ഹാപ്പി കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞിട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അത് അവരെ മാറ്റിയെന്ന് എനിക്ക് പിടികിട്ടുന്നില്ല. ഈ ഒരു പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും, അനന്തു ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അനന്തുവിന്റെ വീഡിയോക്കകത്ത് ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് എടുത്തു വെച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. അതായത് ഈ പറയുന്ന 1 മില്യൺ ഹാപ്പി കസ്റ്റമേഴ്സ് ആയി കഴിഞ്ഞാൽ ഏകദേശം എത്ര രൂപയുടെ കച്ചവടം അവിടെ നടക്കും, ഒരു വർഷമാകുമ്പോൾ എത്ര രൂപയുടെ ടേൺ ഓവർ ഉണ്ടാവുമെന്ന് അവന്റെ വീഡിയോക്കകത്ത് വ്യക്തമായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ അത് കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ആ വീഡിയോ വെക്കാം. നിങ്ങൾ ആദ്യം ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വാ. പക്ഷെ നമ്മൾ ഈ പറയുന്ന OCയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലോട്ട് ചെല്ലുവാണെങ്കിൽ ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഗൈസ് 1 മില്യൺ പ്ലസ് ഹാപ്പി കസ്റ്റമർ, 10 ലക്ഷത്തിൽ കൂടുതൽ ഹാപ്പി കസ്റ്റമേഴ്സ് ഉണ്ട് എന്നാണ് എഴുതി വെച്ചേക്കുന്നത്. നേരത്തെ നമ്മൾ കണ്ട 4 ഊള കമന്റ് അത് ഹാപ്പി അല്ലാത്ത കസ്റ്റമേഴ്സ്. പക്ഷെ ഹാപ്പി ആയി കിടക്കുന്ന കസ്റ്റമേഴ്സിന്റെ എണ്ണമാണ് നിങ്ങൾ കാണേണ്ടത് 1 മില്യൺ പ്ലസ്. അപ്പൊ എനിക്ക് ചെറിയൊരു ഡൗട്ട് അടിച്ചടേ, ഒരു ചെറിയ സംശയമാണ് കേട്ടോ. സംശയം എന്താണെന്ന് വെച്ചാൽ ഇവർ ഈ ഒരു പരിപാടി തുടങ്ങിയിട്ട് 2021 തോന്നുന്നു തുടങ്ങിയത്. ഓൾമോസ്റ്റ് 4 years ആയി. 1 മില്യൺ പ്ലസ് ഹാപ്പി കസ്റ്റമേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും അത്രയും 10 ലക്ഷം കച്ചവടം നടക്കണം അല്ലേ? ഞാൻ ഇവരുടെ സൈറ്റിൽ കയറി നോക്കിയപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല വിലയൊക്കെ ഉള്ള സാധനങ്ങളാണ് കിടക്കുന്നത്. ഇപ്പോൾ ഓരോന്നിൻ്റെയും പ്രൈസ് നോക്കി എല്ലാത്തിനും ഒരു 799 രൂപയ്ക്ക് മേൽപോട്ട് അല്ലെങ്കിൽ 1000 രൂപയ്ക്ക് മേൽപോട്ടുള്ളതാണ് മോസ്റ്റ് ഓഫ് ദ സാധനങ്ങൾ ഇങ്ങനെ കിടക്കുന്നത്. അതിനകത്ത് ഏറ്റവും ചെറിയ വിലയ്ക്ക് കിടക്കുന്നത് ഏതോ 299 രൂപയുടെ മോതിരം എന്തോ ആണ്. പക്ഷേ നമ്മളൊരു ആവറേജ് പ്രൈസ് എടുക്കുവാണെങ്കിൽ ഒരു ഇതുപ്പെട്ട എല്ലാത്തിനും ഒരു 799 രൂപയിൽ മേൽപോട്ട് വിലയുണ്ട്. ഞാനിതെല്ലാം കംപ്ലീറ്റ് ചെക്ക് ചെയ്ത് നോക്കി. അപ്പോഴാണ് എനിക്കൊരു ഡൗട്ട് വന്നത്. ഞാനൊരു ചെറിയ കാൽക്കുലേഷൻ വഴി ഞാനിതൊന്ന് കാണിച്ചു തരാം. നമുക്കൊരു ആവറേജ് പ്രൈസ് എന്നുള്ളത് 700 എന്ന് എടുക്കാം. ഓക്കെ, ആവറേജ് പ്രൈസ് 700. നമുക്ക് ഈ 700നെ 10 മില്യൺ ഹാപ്പി കസ്റ്റമേഴ്സ് എന്നാണ് അവിടെ പറഞ്ഞത്. 10 മില്യൺ വെച്ച് ഇൻറ്റു ചെയ്യാം. 1 2 3 1000 10000 ലക്ഷം 10 ലക്ഷം അല്ലേ? കറക്റ്റ് അല്ലയോ? 0 കറക്റ്റ് അല്ലയോ? 10 ലക്ഷം. 700നെ 10 ലക്ഷം വെച്ച് കണക്ക് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് 70 കോടി രൂപയാണ് ഗൈസ്. 1 10 100 1000 10000 ലക്ഷം 10 ലക്ഷം കോടി 10 കോടി 70 കോടി രൂപയാണ് ഗൈസ്. ഓക്കെ, ഇതൊരു അപ്രോക്സിമേറ്റ് കണക്കാണ്. 4 കൊല്ലം കൊണ്ട് ചേച്ചി ഉണ്ടാക്കിയത് 70 കോടി രൂപ എന്ന് വെച്ചാൽ ഒരു വർഷം ആവറേജ് ആണ് കേട്ടോ. അപ്പം ഒരു വർഷം 17.5 കോടി രൂപയുടെ ടേൺ ഓവർ ആ കമ്പനി നടക്കുന്നുണ്ട്. പോട്ടെ, നമ്മൾ 700 എന്നുള്ളത് 500 ആക്കി. ബേസ് പ്രൈസ് 500 രൂപ വെച്ചിട്ട് മേടിച്ച്. എന്നാലും 50 കോടി രൂപയുണ്ട്. 50 ഡിവൈഡഡ് ഇപ്പോൾ ഈ 4 കൊല്ലം ആകുമ്പോഴത്തേക്ക് തന്നെ 12.5 കോടി രൂപയുടെ ടേൺ ഓവർ. ലാഭമല്ല, ടേൺ ഓവർ. ഇത്രയും കച്ചവടം ഇവിടെ നടക്കുന്നുണ്ട്. ഇത് മലബാർ ഗോൾഡ് വല്ലതും ആണ്? എൻ്റെ സംശയമാണ്. ഒരു കൊല്ലം 10 കോടി അല്ലെങ്കിൽ 15 കോടിയുടെ കളക്ഷൻ നടക്കുമോ? എന്തായാലും ഞാനിപ്പോൾ ഏറ്റവും ബേസ് പ്രൈസ് ഇട്ടാണ് കാൽക്കുലേറ്റ് ചെയ്തത്. ഇതൊന്നും ആയിരിക്കത്തില്ല, ഇതൊന്നും ആയിരിക്കൂല. അന്നേരം ഇതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഒന്നെങ്കിൽ ഈ 1 മില്യൺ ഹാപ്പി പ്ലസ് കസ്റ്റമേഴ്സ് എഴുതിയേക്കുന്നത് ലോകോത്തര ഉടായിപ്പ്, അല്ലെങ്കിൽ ഈടിമാമോ ഒന്ന് അവിടം വരെ ഒന്ന് പോയി ഒന്ന് അന്വേഷിച്ചിട്ട് വരുന്നത് നന്നായിരിക്കും. 70 കോടി എന്നൊക്കെയാണ് പറയുന്നത് ടേൺ ഓവർ. 70 കോടി ടേൺ ഓവർ എന്ന് പറയുമ്പോൾ അത്ര നല്ലൊരു പ്രോഫിറ്റ്. ഇതിനകത്തൊക്കെ നല്ല പ്രോഫിറ്റ് കിട്ടുന്ന പരിപാടിയാണ്. അപ്പം മൊത്തത്തിലൊരു ഉടായ്പ് മണക്കുന്നുണ്ടേ. എന്നാൽ ഈ 1 മില്യൺ എന്നുള്ളതൊക്കെ തള്ളിയതാണെങ്കിൽ തള്ളിയെന്ന് പറയണം. ചുമ്മാ അത് അടിച്ചു കയറ്റി വെക്കരുത്. നിങ്ങൾക്ക് തന്നെ നാളെ അത് വിനയായിട്ട് വരും. എനിക്ക് തോന്നിയൊരു സംശയമാണ്. ഇങ്ങനെയൊക്കെ ആണെന്ന് എനിക്കറിയില്ല. ചിലപ്പം ചേച്ചിയുടെ കച്ചവടം ഇത്രയും കാണുമായിരിക്കും. ഇത്രയും വലിയ ഫാമിലിയിൽ അന്നേരം പിന്നെ നല്ല കച്ചവടം കാണും. 70 കോടി 100 കോടിയുടെ ഒക്കെ കച്ചവടം കാണും. ആ വീഡിയോക്കകത്ത് പറയുന്നത് എന്താണെന്ന് നിങ്ങൾ കണ്ടല്ലോ. 500 രൂപ വെച്ച് കൂട്ടിയാൽ തന്നെ ഏകദേശം നല്ലൊരു എമൗണ്ട് വരുന്നുണ്ട്. എന്നിട്ട് അതിനകത്തൊരു കാര്യം അവൻ വളരെ തമാശയായിട്ട് പറയുന്നുണ്ട്. ഇടിമാമ ഇവരുടെ വീട്ടിലോട്ടൊക്കെ വേണമെങ്കിൽ ഒന്ന് പൊക്കോളം എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ഇത് ഇവർ ശരിക്കും പറഞ്ഞാൽ എഡിറ്റ് ചെയ്ത് മാറ്റിയത്? ഈ പറയുന്ന ഇഡിയുടെ ഒക്കെ റെയ്ഡ് പേടിച്ചിട്ടായിരിക്കാം മേ ബി ഇവർ ഈ സാധനം മാറ്റിയത്. ഞാനൊരു ഊഹം പറയുന്നതേ ഉള്ളൂ, ഞാൻ തറപ്പിച്ച് പറയുന്നില്ല. അത് തന്നെ ഒരു കള്ളത്തരത്തിന്റെ ലക്ഷണമായിട്ട് അത് തോന്നത്തുള്ളൂ ഇങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തന്നെ വന്ന എൻ്റെ ആൻസർ പറയട്ടെ. ഇനി ഞാൻ നിങ്ങൾക്ക് 2-3 ദിവസത്തിന് മുന്നേ ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ വന്നൊരു പോസ്റ്റ് ഞാൻ ഇവിടെ വയ്ക്കാം. ആർസി സ്നാപ്പ് ബൈ MK എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ ഇട്ട ഒരു സ്റ്റോറിയാണ്. ദിസ് ഈസ് എ സ്കാം പേജ് എവ്രി വൺ. ഐ ബോട്ട് എ നെക്ലേസ് ഫ്രം ദിസ് പേജ് ആൻഡ് ഇറ്റ് അറൈവ്ഡ് ഡാമേജ്. വി ഈവൺ ഹാവ് എ വീഡിയോ ഓഫ് us ഓപ്പണിംഗ് ദി പാക്കേജ് ടു പ്രൂവ് ഇറ്റ്. Their customer service is terrible. After seeing the video, they stopped responding entirely.
ഇത് വീഡിയോ ക്ലിയർലി ഷോസ് ദാറ്റ് ദി നെക്ലേസ് വാസ് ഓൾറെഡി ഡാമേജ്ഡ് വെൻ ഇറ്റ് വാസ് ഷിപ്ഡ്. മനസ്സിലായല്ലോ സംഭവം എന്താന്ന്? ഇത് അവർ ഇട്ടേക്കുന്ന ഒരു സ്റ്റോറിയാണ്. അവർ ഈ സ്റ്റോറി ഇട്ടേണ്ട റീസൺ എന്ന് പറയുന്നത് അവർ ഈ അടുത്താണ് ഈ പറയുന്ന പോലെ തന്നെ ഒരുപാട് ഇഷ്യൂസ് ഇങ്ങനെ വന്നത് കാണുന്നത്. അതായത് ഈ പറയുന്ന ഒരു പേജിനെതിരെ ഒരുപാട് ഇഷ്യൂസ് വന്നതിന്റെ പേരിലാണ് ഇവർ ഈ ഒരു സ്റ്റോറി ഇട്ടത്. ഇവർ ഈ സ്റ്റോറി ഇട്ട് കഴിഞ്ഞിട്ടും ഇവർക്ക് വന്നേക്കുന്ന റിപ്ലൈസ് ഉണ്ട്. അതായത് ഇവരുടെ ഫോളോവേഴ്സ് തന്നെ ഒരുപാട് പേര് ഇവർക്ക് ഈ സ്റ്റോറിക്ക് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഒരു റിപ്ലൈ ഞാൻ ഇവിടെ വെക്കാം. ഇറ്റ് ഹാപ്പൻഡ് 4 months ago. They sent me a wrong product which was cheaper than my ordered product. When I tried to contact with the customer service regarding this issue initially, they argued it's the same product. But when I gave the evidence, they just blocked me. കാര്യങ്ങൾ ചോദിച്ചപ്പോഴത്തേക്ക് അവർ ബ്ലോക്ക് ചെയ്തിട്ട് നൈസായിട്ട് പൊങ്ങി. ഇതൊക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ഈ പറയുന്ന വ്യക്തി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ നന്നായിരിക്കും. വെറുതെ വന്നിരുന്ന് വായ്ത്താളം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഞാൻ പലപ്പോഴും പറഞ്ഞു, നിങ്ങളുടെ ഈ സ്ഥാപനത്തെയോ കൂട്ടിക്കണോ എന്ന് ബേസിക്കലി ഒരു മനുഷ്യർക്കും താല്പര്യമില്ല. നിങ്ങളുടെ ഭാഗത്ത് കാണിക്കേണ്ട കുറച്ച് മര്യാദകളുണ്ട്, അത് നിങ്ങളത് കീപ്പ് ചെയ്യണം. ചെയ്തില്ലെങ്കിൽ ഈ പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരു മനുഷ്യന് സാധനം മേടിക്കാതെ ആയി പോകും. കാര്യം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. കാര്യം നിങ്ങളെ വളരെ മോശക്കാരിയായിട്ടോ അല്ലെങ്കിൽ നിങ്ങളെ വളരെ കുറ്റക്കാരിയായിട്ടോ നമുക്ക് ആക്കണമെന്നൊന്നും നമുക്ക് യാതൊരു താല്പര്യമില്ല. നിങ്ങളുടെ ഈ ഒരു വിഷയം ഓരോരുത്തർ ഇങ്ങനെ എടുത്ത് ഇടുന്ന കാണുമ്പോഴത്തേക്ക് നമ്മൾ ഒന്ന് റിയാക്ട് ചെയ്യുന്നതാ, അല്ല നമ്മളായിട്ട് ഇത് കുത്തിപ്പൊക്കിക്കൊണ്ട് വരുന്ന സംഭവമല്ല. 1 million ഹാപ്പി കസ്റ്റമേഴ്സ് എന്നൊക്കെ നിങ്ങളാണ് അതിനകത്ത് എഴുതി വെച്ചത്. എന്നിട്ട് നിങ്ങൾ തന്നെ അത് എഡിറ്റ് ചെയ്ത് മാറ്റിയിട്ട് 2 lakh ഹാപ്പി കസ്റ്റമേഴ്സ് ആക്കിയിരിക്കുന്നത്. അത് തന്നെ ഒരു ചതിയുടെ ലക്ഷണമല്ലേ? അപ്പൊ നിങ്ങളുടെ സ്ഥാപനത്തെ അല്ലേ ഇത് ചോദ്യം ചെയ്യുന്നത്? ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ എന്തായിരിക്കും നിങ്ങളെ പറ്റി അപ്പം കരുതുന്നത്? അപ്പൊ ഈ വിഷയങ്ങളൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ സോർട്ട് ചെയ്യേണ്ടത്. അല്ലാതെ ഈ പറയുന്ന വീഡിയോ ഇടുന്നവരുടെ പോയിട്ട് ഇപ്പൊ കേസ് കൊടുത്തിട്ട് അവരുടെ വീഡിയോ ഡിലീറ്റ് ചെയ്യിപ്പിക്കുക, അതൊന്നും അത്ര ശരിയുള്ള ഒരു പരിപാടിയല്ല. എന്നിട്ട് യൂട്യൂബ് ചെയ്യുന്നവർ മൊത്തം ജോലിയും കൂലി ഇല്ലാത്തവരാന്ന് വിളിച്ച് പറയുക. ഇതൊക്കെയാണ് ആദ്യമേ പരിഹരിക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് കാര്യത്തിലോട്ട് പോകാം. ഉപ്പുമുളകും ലൈറ്റ് എന്ന് പറയുന്ന ഫാമിലിയുടെ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. അവർ നമ്മളോട് ഓപ്പൺ നമുക്ക് കിട്ടിയ സാധനം ഓപ്പൺ ചെയ്യുന്ന വീഡിയോ വേണമെന്ന്. നമുക്കും കാശ് ചിലവാക്കി മേടിക്കുമ്പോൾ നമുക്കൊരു നിർബന്ധം വെക്കാട്ടോ നമ്മളെ പോലുള്ളവർക്ക്. അതായത് പാക്കിംഗ് വീഡിയോ കൂടി വേണമെന്ന് അല്ലേ? ഓപ്പൺ വീഡിയോയുടെ അതേ ഇമ്പോർട്ടൻ്റ് ഉണ്ട് പാക്കിംഗ് വീഡിയോക്ക്. എന്ന് വെച്ചാൽ അവർ പാക്കിംഗ് ഇതുണ്ടായിരുന്നില്ലേ നമുക്കറിയണ്ടേ? അത് അങ്ങനെ ഒരു ചൊല്ലില്ലല്ലോ. അതായത് ഈ പാക്കിംഗ് വീഡിയോ എന്ന് പറയുന്നുണ്ടല്ലോ, മിക്ക ആൾക്കാരും അത് അയക്കാറുണ്ട്. ഞാൻ 2-3 സ്ഥലത്ത് ഓൺലൈനിൽ നിന്ന് ഷോപ്പ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ അവർ പാക്ക് ചെയ്യുന്ന വീഡിയോ നമ്മളെ എടുത്ത് കാണിച്ചു തന്നിട്ടുണ്ട്. അത് മാത്രമല്ല ചിലവർ നമ്മൾ വീഡിയോ കോൾ ചെയ്തും കാണിച്ചിട്ടുണ്ട് ഈ പാക്ക് ചെയ്യുന്ന സാധനം. പക്ഷേ ഇവരുടെ ഭാഗത്തുനിന്ന് പാക്കിംഗ് വീഡിയോ ഇല്ലാതെ അവരുടെ ഭാഗത്തുനിന്ന് മാത്രം ഓപ്പണിംഗ് വീഡിയോ വേണമെന്ന് പറയുന്നത് അത്ര ശരിയുള്ള ഒരു പരിപാടിയല്ല. അപ്പൊ കിട്ടുന്ന സാധനം ഡാമേജ്ഡ് ആണെങ്കിൽ നമുക്ക് എവിടെ പോയിട്ട് നമ്മൾ കംപ്ലൈന്റ് പറയും? കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു എന്തെങ്കിലും വേണം. ഇതിപ്പോൾ ഒരു സൈഡ് മാത്രം വന്നിരുന്ന കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ കയ്യിൽ ഇൻ കേസ് ഇപ്പോൾ ഓപ്പണിംഗ് വീഡിയോ ഇല്ലെങ്കിൽ പോലും നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് ഏറ്റവും വലിയൊരു പ്രൂഫ് അല്ലേ? അതായത് നിങ്ങളുടെ പ്രോഡക്റ്റ് നിങ്ങൾ തന്നെ പാക്ക് ചെയ്ത് അതിനകത്ത് ഒരു ഡാമേജും ഇല്ലെന്ന് ഉറപ്പ് വരുത്തിയിട്ട് അപ്പൊ നിങ്ങൾ അയച്ചു കൊടുക്കുന്ന സാധനത്തിനകത്ത് നിങ്ങൾക്ക് ഒരു വിശ്വാസം കാണും, അതിലൊരു കുഴപ്പമില്ല, ജെന്യുവൻ ആയിട്ടുള്ള സാധനമാണെന്ന് നിങ്ങളുടെ ഈ പ്രൂഫും കാണും. ഇതിപ്പോൾ ഒരു സൈഡിൽ മാത്രം വേണം എന്ന് പറയുന്ന ഒരു സാധനത്തിനകത്തോട്ട് അത് ഒരിക്കലും അക്സെപ്റ്റബിൾ അല്ല ആ ഒരു കാര്യം എന്ന് പറയുന്നത്. അടുപ്പിലും അല്ല, ഒരു കുട്ടി എനിക്ക് ഇങ്ങനെ മെസ്സേജ് അയച്ചപ്പോൾ ഞാൻ ചിന്തിച്ചു, അതും ശരിയല്ലേ? നമ്മൾ കാശ് കൊടുത്ത് മേടിക്കുമ്പോൾ നമുക്ക് അതിൻ്റെതായ ഒരു ഇത് വേണ്ടേ? അവർ കാശ് മേടിച്ച് കഴിക്കുമ്പോൾ അവർക്ക് ഉത്തരവാദിത്തം, കാശ് കൊടുക്കണം നമുക്കൊരു ഉത്തരവാദിത്തം വേണ്ടേ? അപ്പം നമുക്കങ്ങനെ ചിന്തിക്കാം എന്നുള്ളത് തോന്നിയിട്ട് ഞാൻ കുറേ വീഡിയോകൾ കണ്ടപ്പോൾ പറഞ്ഞു ഞങ്ങളതിനെ മോശമായിട്ടുള്ള ഫാമിലി എന്നുള്ളത് എനിക്കൊക്കെ തീയായിട്ട് അതിന് കുറേ ആൾക്കാർ സപ്പോർട്ട് ചെയ്തു പറഞ്ഞിട്ടാണ്. അതായത് അവരുടെ നിന്ന് സാധനം മേടിച്ചിട്ട് നമ്മൾ മെസ്സേജ് അയച്ചാൽ റിപ്ലൈ തരാൻ അവർക്ക് നേരില്ല. നമ്മൾ മോശമെന്ന് പറഞ്ഞവർക്ക് അല്ലാണ്ട് നിങ്ങളൊരു മെസ്സേജിന് അവർക്ക് ഒരു മെസ്സേജ് ഇട്ട് നോക്കി അതിന് റിപ്ലൈ ഇട്ട് നോക്കിയില്ല. നമ്മളെ മോശം എന്ന് പറഞ്ഞപ്പോൾ അവർ വേഗം അതല്ല അവരൊക്കെ ഒരു സ്റ്റോറി ഇടണമെങ്കിൽ ലക്ഷങ്ങളൊരു പ്രതിഫലം മേടിക്കും. എന്നെ കുറ്റം പറഞ്ഞ സ്റ്റോറിയോടൊപ്പം ഒരു പ്രതിഫലമില്ല, ഒന്നുമില്ല. ഇതാണ് പക്ഷെ ഞാൻ മോശമായിട്ടുള്ള കാര്യമല്ല ചെയ്തത്. ഞാൻ എനിക്കുണ്ടായ ഒരു അനുഭവം ഷെയർ ചെയ്തു. ഇപ്പൊ അടുത്ത് അത്രേ ഉള്ളൂ. ഇപ്പൊ പറയണ പോലെ ആളും പേരൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അതിനനുസരിച്ച് ഉള്ള കാര്യങ്ങൾ നടക്കുള്ളൂ. പക്ഷെ ഞാൻ സത്യസന്ധമായിട്ടുള്ള എനിക്ക് പറയായിരുന്നു, ഞാൻ പാക്കിംഗ് വീഡിയോ ഞാൻ അവർക്ക് അയച്ചു കൊടുത്ത് പറയായിരുന്നു. ഞാൻ അതൊന്നും പറയാൻ പറഞ്ഞു. ഞാൻ പാക്കിംഗ് വീഡിയോ എടുത്തിട്ട്, അതായത് പാക്കിംഗ് അല്ല ഓപ്പൺ ചെയ്ത് ഞാൻ എടുത്തിട്ട് ഞാൻ ഓപ്പൺ ആയിട്ട് തന്നെയാണ് നിങ്ങളോട് പറഞ്ഞത്. അപ്പം കല്ല് പോയി ഒന്നാമത് ഉള്ളിലെ പാക്കിങ് വളരെ മോശമാണ്. നമ്മൾ ഈ പൊട്ടിക്കുന്ന സ്ഥലം എന്താ പറയുക കവർ, അതൊരു കുഞ്ഞ് പീസിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. അത് അതിൻ്റെ ഉള്ളിൽ ചിറ്റാതില്ല, അത് കുറച്ചും കൂടി വലിയൊരു പീസിലാണ് ചുറ്റി വെച്ചാൽ അത് അങ്ങോട്ട് കുലുങ്ങിയാലും ഒന്നും വരാണ്ടിരിക്കും. അതൊരു കുഞ്ഞ് പീസുണ്ട്. പാക്കിങ്ങും
പെർഫെക്റ്റ് അല്ല അവർ. ഞാൻ ഇതിനകത്ത് പറയുന്നുണ്ടല്ലോ ഞങ്ങളെ കുറ്റം പറയുന്നതിനകത്ത് സ്റ്റോറി ഇടുന്നതിനകത്ത് പ്രശ്നമില്ല, ഞങ്ങളെ കുറ്റം പറയുന്നതിനകത്ത് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടല്ലോ, വലിയ കാര്യമാണ്. അതിനെ പറ്റിയിട്ട് നമ്മൾ സംസാരിച്ചാണ്. അതായത് ഇവർ ഡ്രാമ ഫാമിലിയാണ്, ഇവരൊരു ഫേക്ക് ഫാമിലിയാണ്, ഇവരുടെ വീഡിയോസ് ഒന്നും കാണരുത്, എടുക്കരുത്, ഇവർ മൊത്തം തട്ടിപ്പാന്നൊക്കെയുള്ള രീതിയിൽ കുറെ ആൾക്കാർ ഇവർക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചപ്പം ഈ പറയുന്ന വ്യക്തി അത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. അത് ഷെയർ ചെയ്യാനായിട്ട് ഇവർക്ക് സമയമുണ്ട്, പക്ഷേ കംപ്ലൈന്റ് വിളിച്ച് ചോദിക്കുമ്പോഴത്തേക്ക് ഇവർക്ക് റിപ്ലൈ കൊടുക്കാനായിട്ട് സമയമില്ല എന്നാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഈ ഒരു റിപ്ലൈ വീഡിയോ ഉണ്ടല്ലോ, ഇവർ ഇപ്പോഴല്ലായിരുന്നു വിടേണ്ടത്, ആ ഒരു സമയത്ത് ഇടണമായിരുന്നു. ആ ഒരു സമയത്ത് ഇട്ട് കഴിഞ്ഞാൽ ഇതിനകത്ത് എന്തെങ്കിലും ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുമായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പൊ എല്ലാം മിണ്ടാതിരുന്ന് ഇപ്പൊ ഇത്തിരി സൈലന്റ് ആയപ്പോഴത്തേക്ക് ഇപ്പൊ മേ ബി അവര് വന്ന് സംസാരിച്ചായിരിക്കാം. പക്ഷെ എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും ഈ പറയേണ്ടത് ആ സമയത്തായിരുന്നു. നിങ്ങളുടെയൊക്കെ ഈ ഒരു വിഷയം എടുത്തു വെച്ച് റിയാക്ട് ചെയ്തതിന്റെ പേരിലാണ് ഈ പറയുന്ന അനന്തുവിനൊക്കെ അവന്റെ വീട്ടിൽ പോലീസുകാരെ വിടുക, അവന്റെ പോലീസുകാരെ വിട്ടിട്ട് വീഡിയോസ് ഡിലീറ്റ് ചെയ്യിപ്പിക്കുക, ഇങ്ങനെയൊക്കെയുള്ള സീൻസ് ഒക്കെ വന്നത്. ഇത് അന്നേ ചെയ്തായിരുന്നുവെങ്കിൽ ഇത്രയും കൂടെ നല്ലതായിരുന്നു തന്നെ. ഇത് കാശ് ഉണ്ടാക്കാൻ മാത്രം ചിന്തിക്കുന്നവർക്ക് ഞാൻ പറഞ്ഞു, ഞാൻ ഉള്ളതുപോലെ പറയുന്ന ഒരാളാണ്. പറഞ്ഞു ഏതോ ഒരു ലേഡി വന്നിട്ട് പറഞ്ഞു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു, സിന്ധുകൃഷ്ണയായാലും. ഞാൻ പറഞ്ഞു ഞങ്ങളുടെ പോലെ ഇനി അവരും ജീവിക്കണം. പിന്നെ കൃഷ്ണകുമാർ എന്നൊരാളുടെ പേരിൽ ഇവർ അമ്മയും മക്കളൊക്കെ പ്രശസ്തി പെടുന്നു. ഞങ്ങൾ ഒറ്റയ്ക്ക് ചാനൽ തുടങ്ങി, അങ്ങനെ ഞങ്ങളുടെ കൂടെ ഇതിൽ കൊണ്ട് കണ്ടിട്ട് ഞങ്ങളെ അറിയണു. അവരത്ര പ്രശസ്തി ഇല്ലെങ്കിലും 10 ആൾ ഞങ്ങൾ അറിയണത് അത് ഞങ്ങളുടെ സ്വന്തം പേരിലൂടെയാണ്. അല്ലാണ്ട് ഒരു പതിനേഴ് സിനിമ ആർട്ടിസ്റ്റായിട്ട് ആ ഒരു പേരിലൊന്നല്ല ഞങ്ങൾ അറിയാം. ഞങ്ങൾ ഈ യൂട്യൂബിൽ വന്നതിന് ശേഷം നമ്മുടെ 10 നമ്മൾ സാധാരണ 1000 ആള് പ്രശസ്തിയുള്ളവർ കാണുമ്പോ നമുക്കൊരു 10 ആള് കണ്ടാൽ മതി. പക്ഷെ നമുക്ക് സത്യസന്ധമായ കാര്യങ്ങളാണ് നമ്മുടെ സത്യസന്ധത ഇപ്പോഴും ഒരു അനുഭവം നമുക്ക് ഉണ്ടായിട്ട് തന്നെയാണ് നമ്മൾ ഇരിക്കുന്നത്. അതും ഇതുപോലെ ഒരു ഫേമസ് ആളിൽ തന്നെയാണ് നമ്മൾ ഇനി പറയണില്ല. പറഞ്ഞതെന്ന് വെച്ചാൽ ഞാനൊരു ഇതാക്കി എടുക്കണ വെച്ചാൽ, പക്ഷെ ചതി അത് വലിയൊരു ചതിയാണ്. ഇപ്പോഴും ഇത് ചെയ്യണ പേര് ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിലും പറയണമെന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ ഞാൻ വിട്ടുപോയൊരു കേസായിരുന്നു കേട്ടോ. പിന്നെ ഇതിന്റെ ട്രോളിങ് ഇങ്ങനെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു, എനിക്ക് കുട്ടി ചേച്ചി നിങ്ങൾ ഓപ്പൺ വീഡിയോ എന്ന് പറഞ്ഞ പോലെ അവർക്ക് പാക്കിംഗ് വീഡിയോ കൂടി അവർക്ക് നമുക്ക് ആക്കാലോ. നമ്മൾ ഇത്രയും കാശ് കൊടുത്തിട്ട് അവർ നമ്മൾ എന്തിനു വിശ്വസിക്കണം? ഇതിനകത്ത് ഇവർ പറഞ്ഞൊരു കാര്യം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെ. അതായത് നിങ്ങളെയൊക്കെ സ്വന്തം ഐഡന്റിറ്റിയിലല്ല അറിയുന്നത്. അതായത് നിങ്ങളുടെ അച്ഛൻ്റെ പേരിൽ കൃഷ്ണകുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേരിലാണ് ഇവരെല്ലാവരെയും അറിയപ്പെടുന്നതെന്ന്. അത് വളരെ സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. ഇതിന്റെ റിയാലിറ്റിയാണത്. അതായത് നിങ്ങൾ ആലോചിക്കണം, ഈ പറയുന്ന വ്യക്തി, അതായത് ഈ സിന്ധു കൃഷ്ണ വന്നിട്ട് പറഞ്ഞ കുറച്ച് ഡയലോഗുണ്ട്. ഈ ജോലിയും കൂലിയും ഇല്ലാത്ത യൂട്യൂബേഴ്സ്, ഇവന്മാർക്ക് വേറെ പണിയൊന്നുമില്ല, ഇവന്മാരെയൊക്കെ ആര് മൈൻഡ് ചെയ്യും എന്നൊക്കെ വളരെ പുച്ഛിച്ച് വന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിനൊക്കെയുള്ളൊരു മറുപടിയാണ് ഇവരിപ്പോൾ ഈ പറഞ്ഞത്. അതായത് ഇവരും ഈ ഒരു തൊഴിൽ തന്നെയാണ് ചെയ്യുന്നത്, ഇവരും ഇതിൽ നിന്നാണ് മാക്സിമം ഇൻകം എടുക്കുന്നത്. എന്നിട്ടാണ് ഇവർ വന്നിരുന്നത് ഇതിനെ കുറ്റം പറയണത്. അവർക്ക് നമ്മുടെ വിശ്വാസത്തിൽ നമുക്ക് അവർ വിശ്വസിക്കേണ്ട കാര്യമില്ലേണ്ട. അത് ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ്. അവർ മോശമായ ഒരു ഫാമിലിനെ എൻ്റെ ഫാമിലിക്ക് പറയണമെങ്കിൽ ഞങ്ങൾ അതേപോലെ തന്നെയാണ്. അവർ യൂട്യൂബ് ചാനൽ തന്നെയാണ് അവരുടെ ഫാമിലി മൊത്തം നിലനിൽക്കുന്നത്. പരിപാടിയാണെങ്കിൽ അവർ മോശമായിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. അത്രയ്ക്ക് പറയുന്നത്. ഒരു കോടിക്കണക്കിന് ആൾക്കാർ ജീവിച്ചു പോകുന്നുണ്ട്. അപ്പൊ അവരെല്ലാരും മോശക്കാരാവണ്ടേ? അപ്പൊ അതാണ് അവര് മോശക്കാരാണെങ്കിൽ നമ്മൾ മോശക്കാരാണ്. അങ്ങനെ ചിന്തിച്ചു. നിങ്ങൾ മോശക്കാരാണ്, നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ഞങ്ങൾ മോശക്കാരാണ്. അതില്ലേ നിങ്ങൾക്ക് നല്ലവരാണ്. അപ്പൊ നമ്മളും കാശോണ്ട കുറച്ച് തുറന്നു കേട്ടോ. അല്ല, ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങളുടെ അത്ര വിദ്യാഭ്യാസം ഇല്ല, കാശില്ല എന്നുള്ളൊരൊറ്റ കുറവേ ഞങ്ങൾക്കുള്ളൂ. ബാക്കി അന്തസ്സിനും അഭിമാനത്തിനും ഒന്നും ഒരു കുറവില്ല. നമ്മൾ പണയം വെച്ചിട്ടില്ല. പള്ളിപ്പെരുന്നാളിലൊക്കെ തുള്ളാൻ അറിയുള്ളൂ. അവരെന്തായാലും അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവർ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഇത്തിരിയും കൂടെ ഒക്കെ മുന്നേ ആയിരുന്നെങ്കിൽ ഇത്തിരിയും കൂടെ ഒക്കെ നല്ലതായിരുന്നേനെ. എന്തായാലും നിങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടല്ലോ. ഞാനിവിടെ വെച്ചേക്കുന്ന സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. എന്താണ് ഇവരുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ കണ്ടിന്യൂസ്ലി ഇങ്ങനെ മിസ്റ്റേക്സ് സംഭവിക്കുന്നതെന്ന് പിടികിട്ടുന്നില്ല. ഇവരിനി അറിഞ്ഞുകൊണ്ടുള്ള പരിപാടിയാണോ ഇത്? അതാണ് ഞാൻ ആലോചിക്കുന്നത്. ഇങ്ങനെ വീണ്ടും ഇങ്ങനെ റിപ്പീറ്റഡ്ലി ഇങ്ങനെയൊക്കെ ഓരോന്ന് കാണിച്ചു കൂട്ടുമ്പോഴത്തേക്കുണ്ടല്ലോ നമുക്ക് തീർച്ചയായിട്ടും എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യേണ്ടി വരും. കാര്യം ഈ ഒരു വിഷയം ഞാൻ റിയാക്ട് ചെയ്യേണ്ട എന്ന് വെച്ചിട്ടിരുന്ന സമയത്താണ് ഇപ്പൊ ഈ ഒരു വീഡിയോ കാണാനായിട്ട് ഞാൻ ഇടയായത്. അപ്പൊ അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ എടുത്ത് റിയാക്ട് ചെയ്യണമെന്ന് തോന്നി. എന്തായാലും ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക.